ഹലോ, അപ്പൊ ഇന്നൊരു സൺഡേ ആണ്. നമ്മുടെ എല്ലാ സൺഡേസ് പോലെ ബേബി ഡേ എന്നുള്ള ഡേ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. ലൈക്ക് എനിക്കിന്ന് ബേബി ഡേ അല്ല, സോ ഹലോ. അപ്പൊ നമ്മള് കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോണത്. ഞാനാണ് ആ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 2 years 4 months ആയി നമ്മുടെ ബേബി. ഇത്രയും നാളായിട്ട് വാവ ഉണ്ടായതിനു ശേഷം എനിക്ക് ഒരു മീ ടൈം എന്ന് പറഞ്ഞ സാധനമല്ലോ. ഐ തിങ്ക് എല്ലാ ടോഡ്ലേഴ്സ് അല്ല, എല്ലാ മോംസിനും ഇത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മീ ടൈം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് അസ് ടൈം എന്നൊരു ടൈമുണ്ട്, അതിന് എന്ന് കിട്ടുന്ന പോലെ ഞങ്ങൾക്കറിയില്ല. പക്ഷെ മീ ടൈം അത് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ മീ ടൈമിന് വേണ്ടിയിട്ട് ഒരുപാട് സൺഡേസ് ഒക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും. ഇന്ന് ഞാനൊരു 2 hours ഈ മീ ടൈം എന്ന് പറയുമ്പോൾ 2 hours എങ്കിലും വേണ്ടേ, എന്നെ പോട്ടെ 1 hour പറ്റിയിട്ടേ ഇല്ല. എന്തുകൊണ്ടോ ഒന്നീ പാവ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അനുവദിക്കില്ല എനിക്കെല്ലാം എന്താണെന്ന്. സോ അത് നടക്കാറുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും വേണം വേണ്ട നടക്കാറില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ കുറേ ആയപ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്ന് ആ ദിവസമാണ്. ഇന്നലെ പറഞ്ഞു എനിക്ക് മീ ടൈം വേണം, എനിക്ക് കുറച്ച് നേരത്തേക്ക് മീ ടൈമുള്ള ഒരു സമയം വേണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷേ ആ ടൈം ആകുമ്പോഴേക്കും നമുക്കൊരു ആവെ വിട്ടിട്ട് എങ്ങനെ പോവാ ശരിയാവോ. പ്ലസ് നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുറേ പേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നുമല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ മാത്രമാകുമ്പം എന്തുകൊണ്ടോ അവളെ വിട്ടിട്ട് മാറി നിൽക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കും അത് പറ്റാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു 4-5 hours എങ്കിലും ആനന്ദിനെ മാത്രമായിട്ട് കൊടുത്തിട്ട് ഫുഡും കാരണമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഒറ്റ പണി, അതിന് ഫുഡ് കൊടുക്കുക, പിന്നെ പറ്റുമെങ്കിൽ അത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ട്രെയിനിങ് ആയില്ല, 2 വർഷം ആയല്ലോ. അപ്പൊ ട്രെയിനിങ് ഒക്കെ ആയല്ലോ. അതെ, ഇടയ്ക്കൊക്കെ മീ ടൈം വേണമെന്ന് പറഞ്ഞ അവസാനം ഞാൻ ബേബി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഞാനും ബേബി മാത്രം, മോം ആൻഡ് ബേബി, അങ്ങനത്തെ കുറേ മീ ടൈം കപ്പിൾ ഓഫ് ടൈംസ് ചെയ്തു. ഇപ്പോൾ എനിവേസ് ഇനിയിപ്പോൾ ഒരു 1 year നമുക്ക് പ്ലേ സ്കൂളിലൊക്കെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് മീ ടൈം ഒക്കെ കിട്ടുമെങ്കിലും അതിനുള്ള ട്രെയിനിങ് ആവട്ടെ എന്ന് വിചാരിച്ചു. എനിക്കാണോ അവർക്കാണോ ആർക്കാണ് പറ്റാത്തതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് തോന്നുന്നു അവളിപ്പോൾ വേണേൽ കളിച്ചിരിക്കും. എനിക്ക് അവിടെ പോയിരുന്നെങ്കിൽ തോന്നും ലൈക്ക് ഫ്രണ്ട്സിനെ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ മനസ്സിൽ എവിടെയോ ബാക്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ മമ്മിമാർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. മനസ്സിലിങ്ങനെ എവിടെയോ കൊച്ചെന്ത് ചെയ്യായിരിക്കും, അത് കഴിച്ചിട്ടുണ്ടാവോ കുടിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇത്തിരി ഈ 2 മിനിറ്റ് നേരത്തെ തന്നെ നമ്മുടെ ബേബി നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല. തന്നെ പുറത്ത് പോകാൻ കുറെ നാളായി ഒരുങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് തന്നെ പുറത്ത് ഒരുങ്ങാനൊരു അവസരം കിട്ടിയത്. കളിക്കുവോ അതോ അച്ഛൻ കൂടെ അയ്യോ ഇത് എന്തൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് വഴക്കിടുവോ? കരയരുത്, മണി കുറച്ചേരം കഴിയുമ്പോ വരും. ബൈ. നമ്മളെന്ത് ചെയ്യും? സ്വിമ്മിംഗ് പൂളിൽ കളിക്കും. ഓക്കെ, എന്ത് ചെയ്യാൻ പോവാ? സ്വിമ്മിംഗ് പൂൾ കുറച്ച് വൃത്തിയാക്കി അവിടെ വെച്ച് വെച്ചു. സ്വിമ്മിംഗ് പൂൾ എടുത്ത് വെച്ച് അച്ഛൻ വെള്ളം ഒഴിക്കട്ടെ. വെച്ചോ, താഴെ വെക്കേ. Good job. വെള്ളം ഒഴിക്കണം. ഒഴിച്ചു. അങ്ങനെ നമ്മൾ ഇത്തിരി ചൂടുവെള്ളവും ഇത്തിരി തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇൻഫ്ലേറ്റബിൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊക്കെ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കാൻ പോവാണ്. ഡക്ക് ഏത് വേണ്ടേ? ബോട്ട് വേണോ? ബോട്ടാണോ വേണ്ടേ? പിച്ച് വേണോ? പിച്ച് കോഴി. ഇങ്ങനത്തെ ഇൻഫ്ലേറ്റബിൾ സ്വിമ്മിംഗ് പൂൾ പിള്ളേരെയൊക്കെ എൻഗേജ് ചെയ്ത് വെച്ചേക്കാനായിട്ട് നല്ലതാണ്. കാരണം കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കണ പോലെ ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ ഇടയിൽ കൂടെ കുളിക്കുന്നതെന്ന് നടക്കും, എൻ്റെ കൂടെ കളിക്കണമെന്ന് നടക്കും. ഒരു ആക്ടിവിറ്റിയുമാണ്. പിന്നെ എല്ലാ ദിവസവും നടക്കത്തില്ല, കാരണം ബോറടിക്കും അല്ലേ? വർദ്ധിക്കില്ലേ? നമ്മൾ കുളിച്ചു കഴിഞ്ഞു,
സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചില്ലേ? സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ഇഷ്ടമായോ? നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇല്ലേ? നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചു കഴിഞ്ഞു. കുളിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യും? തല മുക്കാൻ സമ്മതിക്കൂല. കാരണം തല മുക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിടന്ന് ജലദോഷവും ചുമയൊക്കെ വരുമോ നമ്മൾ. എന്ത് ചെയ്യും? കളിക്കും. യെസ്, അച്ഛയും മിമ്മിയും കൂടെ കളിക്കും. ഓക്കെ, ഇത്തിരി ബാക്കിൽ ഇത്തിരി വെള്ളമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ തുറച്ചോടിച്ച് പറയാം. ഫോട്ടോ പഠിക്കേ അച്ഛനോ? ഓ മ്യാവ്. ക്യാമറ ബാബായ്. ആ വീട്ടിലെ ഷൂസ് വന്നു. നമുക്ക് നോക്കാം. മിമിയുടെ ഷൂസ് വന്നു. ഇതാ ഇവിടെ ബാ. ഷൂസ് വന്നു. ഫസ്റ്റ് കാണിക്കാം. ഷൂസ് ഇത് കീക്കി ഇല്ലാത്തതാ. അച്ഛമ്മയുടെ ഷൂസ് ഇല്ലേ? അതുപോലെയാ. അതുപോലത്തെ ഷൂസാ. മിമുട്ടി എന്താ ചെയ്യുന്ന? ആപ്പിള് തിന്നുന്നു. ഇനി എത്ര പീസ് ഉണ്ട്? 1 2 ഉള്ളി. ആപ്പിള് തിന്നോ? കുറെ പീസ് ആപ്പിൾ അച്ഛക്ക് തരുമോ? ഇനി ഊണ് കഴിക്കേണ്ട സമയമാണ്. പാപ്പ കഴിക്കാം. ഊണ് കഴിക്കാം. ലഞ്ച് വേണോ? അമ്മാനിപ്പോരും അമ്മാനി വന്നോ? സർപ്രൈസ് അവിടെ കാണിച്ചേ? സർപ്രൈസ് ഇല്ല. അമ്മ സർപ്രൈസ് കാണിച്ചു കൊടുത്തേ. സർപ്രൈസ് കാണിച്ചു കൊടുക്ക്.
കൊച്ചിന് ടി വി കണ്ടാൽ മതി. സർപ്രൈസ് കാണിച്ചു കൊടുത്ത സർപ്രൈസ് ഇട്ട് കാണിച്ചു കൊടുക്കേ. കൊള്ളാമോ? കുട്ടി എന്നെ മിസ് ചെയ്തോ? ഈ കാണാം ഈ വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് അമ്മ കണ്ടെത്തും. 2 വർഷത്തിൽ ആദ്യമായിട്ടാണ് 2 മണിക്കൂർ, വെറും 2 മണിക്കൂർ, 3 മണിക്കൂറായിട്ടുണ്ട്. 3 അതിൽ കൂടുതലായി. അല്ലേ? അതുപോലെ കൂടെ കുടുംബമായി ഒരു ഇത്രയും സമയം 2 വർഷത്തിൽ ആദ്യമായിട്ടാണ്. ടി വി കാണാം. ഇത് ഇട്ട് കാണിച്ചേ. അമ്മക്ക് സർപ്രൈസ് ഇട്ട് കാണിച്ചു കൊടുത്തേ. അമ്മക്ക് ഉമ്മയില്ല, അമ്മനെ മിസ് ചെയ്തോന്ന് പറ. മിസ് ചെയ്തോ? അയ്യോ, so cute. ടിവിയിലാണ് നിങ്ങൾ ഓടി വന്നത്. അവള് ആപ്പിള് തിന്നു, ഫിഷും ചോറും തിന്നോണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് സ്വിമ്മിങ് കളിച്ചു. അമ്മയെ കൊണ്ടുവന്നല്ലോ ഒരു കുഞ്ഞു സർപ്രൈസ്. അമ്മ മീൻമുട്ടിക്ക് സർപ്രൈസ് കൊണ്ടുവന്നല്ലോ. പാപ്പം